അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജോളി ജെയിംസ്. ഞാൻ ചന്ദ്രനഗർ ഇടവയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒരു റൂമിലെ ഫ്രണ്ട് റൂം സെറ്റ് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു അത് സെറ്റ് ചെയ്തെടുക്കണം, അങ്ങനെ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്താൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛനാണെങ്കിൽ ഞങ്ങൾ 2 വർഷം മുമ്പ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അച്ഛനത് ഒരടയാളമായിട്ട് ഫ്രണ്ട് റൂം എന്തെങ്കിലും പണിയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ ചോദിച്ചായിരുന്നു. പക്ഷേ ഇത് അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിശയം വിചാരിച്ചു. കാരണം ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, പിള്ളേരോട് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഒരു 2 വർഷമായിട്ടും എൻ്റേതായ പണി നടക്കുന്നില്ല. അവിടെ ഇടാനായിട്ട് 2 സെറ്റ് ഞങ്ങൾ മേടിച്ചു, അതവിടെ തന്നെ കിടന്നു. അതിനുശേഷം എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ ആ പണി ഒന്നുമില്ലാണ്ട് അങ്ങനെ പോവുക. അത് കഴിഞ്ഞ് ഈ 2-3 മാസം മുമ്പ് പിന്നെ ഞങ്ങൾ പരിശ്രമിച്ചു, എന്തേതാ നടക്കുന്നില്ല. അങ്ങനെ ആ സമയത്ത് അച്ഛന് പെട്ടെന്ന് രോഗം കൂടി, അങ്ങനെ അച്ഛന് വയ്യാണ്ടായി. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 2 പേരും തമ്മിൽ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റില്ല, നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ കൂടുതൽ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഈ പണികളെല്ലാം തീർന്ന് ഒരു രൂപം മേടിച്ച് അച്ഛനെ കൊണ്ട് തന്നെ വെഞ്ചരിപ്പിച്ച് സെറ്റ് ചെയ്യാൻ പറ്റി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതിനുവേണ്ടി എത്ര ജപമാല ചൊല്ലി? 60 ജപമാല. 60 കർണക്കന്ത ചൊല്ലി, 33 60 ജപമാല ചൊല്ലി, 60 കർണക്കൊന്ത ചൊല്ലി, 33 രക്തക്കണ്ണീർ ജപമാല ചൊല്ലി, 33 രക്തകണ്ണീർ ജപമാല ചൊല്ലി. ജീത്തയുടെ പ്രാർത്ഥന കുറേ ചൊല്ലി കഴിഞ്ഞിട്ടില്ല. ആ സമയം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ പണി കർത്താവ് വേഗം ചെയ്ത് കിട്ടി. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പണി കർത്താവ് ചെയ്തു തരും. ഹല്ലേലൂയ.